ഈ ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ ദുരൂഹത നിറഞ്ഞ സംഭവവികാസങ്ങൾ ആ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, പല കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ വലുതാണ്. ഇവിടെ സാമ്പത്തികത്തിൻ്റെ പേരിൽ ഈ കുട്ടിയെ അവർ ഭയങ്കര ടോർച്ചറിങ് ഉണ്ടായിരുന്നു. ജിസ്മോൾ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് അവിടെ എന്തോ കാതലായിട്ട് നടന്നിട്ടുണ്ടെന്നാണ് ഇവരുടെ വിശ്വാസം. വേലക്കാരെ ചോദ്യം ചെയ്താൽ തന്നെ ആ കുടുംബത്തിലെ മിക്കവാറും പ്രശ്നങ്ങൾ അറിയാൻ സാധിക്കും. കാരണം ആ തള്ള ഭയങ്കര ഒരു സ്ത്രീയാണ്, അവരുടെ അടുത്ത് ആർക്കും ജീവിക്കാൻ സാധിക്കില്ല എന്ന് ആ വേലക്കാരി പറഞ്ഞതായിട്ടുള്ള ആളുകളുടെ സംസാരം നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ഈ മരണത്തിലേക്ക് നയിച്ചത് അവരുടെ ക്രൂരമായ ഗാർഹിക പീഡനത്തിൻ്റെ ഫലമായിട്ടാണ്. സാമ്പത്തികത്തിൻ്റെ പേരിലും സൗന്ദര്യത്തിൻ്റെ പേരിലുമെല്ലാം. നമസ്കാരം. ഹൈക്കോടതി അഭിഭാഷകയായ ജിസ്മോൾ തോമസ് 2 പെൺകുഞ്ഞുങ്ങളുമായി ജീവനൊടുക്കിയതിൻ്റെ കാരണം എന്തെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാവരും അന്വേഷിച്ചത്. ഒരു ഹൈക്കോടതി അഭിഭാഷകയാണ്, മാത്രമല്ല മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അങ്ങനെ ജനങ്ങളുമൊക്കെയായി ഇടപഴകിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ജിസ്മോൾ. ഈ പെട്ടെന്ന് എന്താണ് ജിസ്മോളിന് സംഭവിച്ചതെന്നാണ് എല്ലാവരും തിരക്കുന്നത്. ഇപ്പോൾ ജിസ്മോളിൻ്റെ പിതാവ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഭർത്തൃ വീട്ടിൽ നിന്നും മാനസികമായും ശാരീരികമായും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പിതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ വാർഡംഗം, അതായത് പാലാ മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ വള്ളിച്ചിറ എന്ന പ്രദേശത്തെ വാർഡംഗം ആയ ശശികുമാറുമായി ഞങ്ങൾ സംസാരിക്കുകയാണ്. അവരുടെ കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളും വീടിന് സമീപത്ത് താമസിക്കുന്ന ഒരു വാർഡംഗം കൂടിയാണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. ഈ ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ ദുരൂഹത നിറഞ്ഞ സംഭവവികാസങ്ങൾ ആ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ജിസ്മോളുടെ പിതാവും സഹോദരനും ഇന്നാണ് എത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ രാവിലെ 10 മണിക്ക് എത്തി. അപ്പോൾ അവരെ ഞാനിവിടെ കൊണ്ടുവന്നു. ആ വന്ന വഴിക്ക് അവർ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥമായ ആ കുടുംബത്തിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പം നിലവിൽ നമുക്കറിയാം, പല കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ വലുതാണ്. നിരവധി പ്രാവശ്യം ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അത് പരിഹരിക്കാനായി ഈ പിതാവും സഹോദരനും അവിടെ ചെന്നിരുന്നുവെന്നും അപ്പോൾ ഇവർ കരഞ്ഞ് കാലുപിടിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കരുത്, ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്ത് പല തവണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ആ പിതാവ് വേദനയോടെ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിരവധി പ്രശ്നങ്ങൾ അവിടെ സാമ്പത്തികത്തിൻ്റെ പേരിൽ ഈ കുട്ടിയെ അവർ ഭയങ്കര ടോർച്ചറിങ് ഉണ്ടായിരുന്നു. ഈ ഭർത്താവിൻ്റെ സഹോദരി കല്യാണം കഴിച്ചിട്ട് അവരുടെ വീട്ടിൽ തന്നെ വന്ന് നിൽക്കുകയും അവർ വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കുട്ടികളോടും വളരെ മോശമായ രീതിയിലാണ് ഈ കുടുംബം പെരുമാറിക്കൊണ്ടിരുന്നത്. വളരെ ബോൾഡായൊരു പെൺകുട്ടിയാണ് ജിസ്മോൾ. അങ്ങനെ ഒരു തരത്തിലും ഒന്നും ചെയ്യല. അപ്പം പിതാവ് നേരത്തെ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുവാണെങ്കിൽ നീ ഇങ്ങനെ പോന്നോണം, ഒന്നും നോക്കണ്ട, ഇവിടെ വീടുണ്ട്, നിനക്ക് താമസിക്കാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ എന്തോ അവൾ അത്രയും ആ 2 ദിവസം, ഈ ഞായർ തിങ്കൾ ഈ ജിസ്മോൾ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് അവിടെ എന്തോ കാതലായിട്ട് നടന്നിട്ടുണ്ടെന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പോൾ തീർച്ചയായും ഈ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണുന്നത് അത്തരത്തിലുള്ള വലിയ ഒരു സംഭവം ആ വീട്ടിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് ദുരൂഹത ഉണ്ട്. അത് ശരിയായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ അത് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അവിടെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. ആ വേലക്കാരിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ വേലക്കാരി ഒന്നും അറിയത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശരിയായി ആ വേലക്കാരെ ചോദ്യം ചെയ്താൽ തന്നെ ആ കുടുംബത്തിലെ മിക്കവാറും പ്രശ്നങ്ങൾ അറിയാൻ സാധിക്കും. കാരണം ആ വേലക്കാരി ഇവിടെ തന്നെ അടുത്തൊരു വീട്ടിൽ കുറച്ച് നാൾ വന്ന് നിന്നപ്പോൾ ഈ വീട്ടിലെ കാര്യം അവരോട് സൂചിപ്പിച്ചതായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. കാരണം ഈ വീട്ടിൽ ആ തള്ള ഭയങ്കര ഒരു സ്ത്രീയാണ്, അവരുടെ അടുത്ത് ആർക്കും ജീവിക്കാൻ സാധിക്കില്ല എന്ന് ആ വേലക്കാരി പറഞ്ഞതായിട്ടുള്ള ആളുകളുടെ സംസാരം നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മരണത്തിലേക്ക് നയിച്ചത് അവരുടെ ക്രൂരമായ ഗാർഹിക പീഡനത്തിൻ്റെ ഫലമായിട്ടാണ്. സാമ്പത്തികത്തിൻ്റെ പേരിലും സൗന്ദര്യത്തിൻ്റെ പേരിലുമെല്ലാം. ഇത്രയും ബോൾഡായൊരു പെൺകുട്ടി, ഇത്രയും ഹൈക്കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ പാലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവളൊരിക്കലും അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യമില്ല. പക്ഷേ അതിൽ അപ്പുറത്ത് എന്തോ ആ വീട്ടിൽ 2 ദിവസം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് വെളിവാക്കാൻ സാധിക്കുള്ളൂ. നേരത്തെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പരാതിയൊന്നും കൊടുത്തിട്ടില്ലേ? പരാതി കൊടുത്തില്ല. കാരണം നമുക്കറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ പരമാവധി നമ്മൾ ഒതുക്കി തീർക്കും. കാരണം കുടുംബമല്ലേ, അവർ മുന്നോട്ട് ജീവിക്കേണ്ടതല്ലേ എന്നോർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. അങ്ങനെ പോയതിൻ്റെ ഫലമാണ് അവസാനം
ഇത് അവളും വിചാരിച്ചിരുന്നു ഇത് ഇന്ന് തരും നാളെ തീരും, ഭർത്താവ് ശരിയായിക്കോളും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവൾ മുന്നോട്ട് പോകണം. കാരണം ഒരു അഡ്വക്കേറ്റ് അല്ലേ. അപ്പോൾ ഇതുപോലെ കുടുംബ പ്രശ്നങ്ങളിലെല്ലാം ഇടപെട്ട് കോടതി പരിഹാരം കണ്ടെത്തി കൊടുക്കുന്ന ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ സ്വന്തം പ്രശ്നം ഇങ്ങനെ പുറത്തേക്ക് വരുന്നതിൽ ഒരു ഇതുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് സ്വന്തം പരിഹരിക്കാമെന്നുള്ള ഒരിതായിരുന്നു. ഈ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്കൊരു സപ്പോർട്ട് കിട്ടിയില്ലെന്നുള്ളതാണോ? ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും ഇല്ല. കാരണം ഭർത്താവ് ഇവളെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയാൻ കഴിഞ്ഞത്. കാരണം അത് ഇന്ന് പിതാവ് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞ ഒരു ദിവസം ഭർത്താവ് ഇവളെ കഥ വെച്ച് തല പിടിപ്പിച്ചു, തല പൊട്ടി, അന്ന് മുഴച്ചു വന്നു. അതിനുശേഷം ആണ് ഇങ്ങനെയൊക്കെ അറിയാൻ സാധിച്ചത് എന്ന് ഇന്ന് സൂചിപ്പിച്ചതാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായത്. കാരണം ഞങ്ങൾ എടുത്തു വളർത്തിയൊരു കുട്ടിയാണ് ഇവള്. കുഞ്ഞുനാൾ മുതലേ ഈ ഫാമിലിയായിട്ട് അടുത്ത ബന്ധം എൻ്റെ വാർഡിനോട് ചേർന്നാണ്. എനിക്ക് മുമ്പ് ഇവിടുത്തെ ഈ വാർഡിലെ മെമ്പറായിരുന്നു അവൾ, ഇവിടുത്തെ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ചെറുപ്പം തന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന ഫാമിലിയാണ്. അപ്പോൾ അത്രയും ബോൾഡായ ഒരു കുട്ടിയാണ്. അവൾ ഒരിക്കലും ഇങ്ങനെ കാണിക്കുന്നു ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. അതാണ് അതിൻ്റെ യഥാർത്ഥ സംഭവം. കൂടുതലും ഇപ്പോൾ ഇവർ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കേസെടുക്കണമെന്നാണ് ആവശ്യമല്ലേ വീട്ടുകാരുടെ എല്ലാവരും? തീർച്ചയായും. ഇനി മൊഴിയുടെ അടിസ്ഥാനത്തിലും ഇനി ഒരു പരാതി ഇവർക്ക് പോലീസിൽ സമർപ്പിക്കും. അതിന് ഉന്നതങ്ങളിലേക്കുള്ള പരാതികൾ കൊടുക്കും. കോടതിയിൽ പോകണമെങ്കിൽ കോടതിയിൽ പോകും. നിയമപരമായിട്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതിന് എല്ലാ സപ്പോർട്ടും ഞങ്ങൾ നാട്ടുകാരെന്നുള്ള നിലയിൽ, ഈ വാർഡിലെ മെമ്പർ എന്നുള്ള നിലയിലും, എല്ലാവിധ പഞ്ചായത്തും, ഞങ്ങളുടെ ഈ മുത്തോലി പഞ്ചായത്തും എല്ലാ മെമ്പർമാരും അതിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശനിയാഴ്ചയാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള പള്ളിയിൽ തന്നെയാണ് ശനിയാഴ്ചയാണ് സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടുത്തെ അവളുടെ ഇടവക പള്ളിയിൽ ആണ് തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്ത് പരിഹരിക്കും. ആ പള്ളിയിൽ സംസ്കരിക്കണമെന്ന് അവർ ഭർത്തൃ വീട്ടുകളും പറഞ്ഞോ? അങ്ങനെ ചർച്ചകൾ നടന്നില്ല. അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയത്തില്ല. കാരണം അത് അവരുടെ മതപരമായ കാര്യങ്ങളാണ്. അത് അവരാണ് തീരുമാനിക്കുക. ഇവിടെ ഇപ്പോൾ ഇവർ തീരുമാനിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ പള്ളിയിൽ തന്നെ, അവളുടെ പള്ളിയിൽ അവളുടെ അമ്മയുടെ ഒപ്പം, അവിടെ അമ്മ ആക്സിഡൻറ്റ് മരിച്ചാണ് മെമ്പറായിരുന്നപ്പം. അപ്പം ആ കല്ലറയിൽ തന്നെ അവരെ അടക്കണം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ തീരുമാനം. പൊതുദർശനമല്ല പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അവധി ആയതുകൊണ്ടും പിന്നെ ഈ 3 പേര് ഉള്ളതുകൊണ്ടും പൊതുദർശനം പഞ്ചായത്തിൻ്റെ വേണ്ടെന്ന് കുടുംബം പറഞ്ഞു. നമ്മൾ പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അവർ ആവശ്യപ്പെട്ടു അവിടെ വേണ്ട, ഇവിടെ തന്നെ ചെയ്താൽ മതി എന്നുള്ള ഒരു അഭിപ്രായം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ നാടിൻ്റെ എല്ലാ കാര്യത്തിനും ഓടി നടന്നൊരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്, അഭിഭാഷകയാണ്. എല്ലാവർക്കും വലിയ ഒരു വിഷമത്തിലാണ് എല്ലാവരും. അതെ അതെ. ജിസ്മോളെ പറ്റിയും മക്കളെ പറ്റിയും വാക്കുകൾ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ പോലും പഞ്ചായത്ത് അംഗത്തിനാകുന്നില്ല. ഈ നാട്ടുകാരുടെ ഒക്കെ അവസ്ഥ ഇതുതന്നെയാണ്. ജിസ്മോൾ തോമസ് എന്ന യുവ അഭിഭാഷക 5ഉം 2ഉം വയസ്സ് മാത്രം പ്രായമുള്ള 2 പിഞ്ച് പെൺകുഞ്ഞുങ്ങളുമായാണ് ആറ്റിൽ ചാടി ജീവനൊടുക്കിയത്. അതിൻ്റെ വേദനയിലാണ് ഇപ്പോൾ. ഈ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ കഴിയും. അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ മെമ്പറെ സംബന്ധിച്ചിടത്തോളം ഈ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇവർ വാർഡംഗമായി പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞുനാൾ മുതൽ അറിയാവുന്ന ഒരു കുട്ടിയായിരുന്നു ജിസ്മോൾ എന്നാണ് പറയുന്നത്. അപ്പോഴും അവർ ആവർത്തിച്ച് പറയുന്നത് ഇങ്ങനെയൊരു കടുങ്കൈ ജിസ്മോൾ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അത്രയും മാനസികമായ ഒരു വിഷമം, മാനസിക സമ്മർദ്ദം ഇവിടെ ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മെമ്പറും ആവർത്തിച്ച് പറയുന്നത്. ഇവർക്ക് എല്ലാ നിയമ പോരാട്ടത്തിനുള്ള എല്ലാ സഹായവും അദ്ദേഹവും നാട്ടുകാരും ഒക്കെ ചെയ്തു നൽകിയാണ്. തെറ്റ് ചെയ്തിട്ടുള്ളവർക്ക് കടുത്ത ശിക്ഷ വാങ്ങി നൽകണമെന്ന് തന്നെയാണ് ഏവരുടെയും ആവശ്യം. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, കോട്ടയം.